ഹലോ, ഗുഡ് മോർണിംഗ്. ജോസ് കാച്ചപ്പള്ളി ഒഫീഷ്യൽ ചാനലിലേക്ക് സ്വാഗതം. സമ്പാദ്യത്തിനുള്ള ഏറ്റവും ലളിതമായ സൂത്രവാക്യം ഏതാണ്? ഞാനൊരു 3 സൂത്രവാക്യങ്ങൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരികയാണ്. ആദ്യത്തേത്, ഇൻകം മൈനസ് എക്സ്പെൻസസ് സമം സേവിങ്സ്. വരുമാനത്തിൽ നിന്ന് ചിലവുകൾ കഴിച്ച് ബാക്കിയുള്ളത് സമ്പാദ്യത്തിന് അല്ലെങ്കിൽ സേവിങ്സിന്, മിച്ചത്തിന്. കേൾക്കാൻ വളരെ സുഖമുള്ള ഒരു സൂത്രവാക്യമാണിത്. എന്നാൽ ഇത്രത്തോളം ഉപയോഗശൂന്യമായ ഒരു സൂത്രവാക്യം വേറെ ഉണ്ടാവില്ല. നമ്മൾ വളരെ പ്രതീക്ഷയോടെയാണ് നമ്മുടെ വരുമാനത്തെ കയ്യിലെടുക്കുക, അത് ചിലവാക്കാൻ തുടങ്ങുക. ഒരു വലിയ സംഖ്യ നമുക്ക് മിച്ചം വെക്കണം എന്നുള്ള ഒരു തീവ്രമായ ആഗ്രഹം നമുക്കപ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകും. ഓരോ ചിലവുകളും നമ്മൾ കൈകാര്യം ചെയ്യുമ്പോഴും ഈ ആഗ്രഹം സജീവമായിട്ട് നമ്മുടെ മനസ്സിൽ നിലനിൽക്കുന്നുണ്ടാകും. എന്നാൽ ഓരോ ചിലവുകളെയും കൈകാര്യം ചെയ്ത് നമ്മൾ അവസാനത്തെ ആ പോയിന്റിലേക്ക് എത്തിച്ചേരുമ്പോഴേക്കും നമ്മുടെ ഈ മനക്കോട്ടകളൊക്കെ ചീട്ടുകൊട്ടാരം പോലെ തകർന്നടിഞ്ഞിട്ടുണ്ടാകും. നമ്മുടെ ഖജനാവ് ശൂന്യമായിട്ടുണ്ടാകും. അവിടെ ഒരു ചില്ലി പൈസ പോലും ഉണ്ടാകില്ല. ഇതിന് കാരണം ചിലവുകളുടെ അപാരമായ സംഭരണശേഷിയാണ്. എത്ര പണത്തെ വേണമെങ്കിലും ഉൾക്കൊള്ളാനുള്ള ഒരു ശേഷി അവർക്കുണ്ട്. അല്ലെങ്കിൽ എത്ര പണം കിട്ടിയാലും അത് മുഴുവൻ തിന്നു തീർക്കാനുള്ള ഒരു അസാധാരണമായ കഴിവ് ചിലവുകൾക്കുണ്ട്. അതുകൊണ്ട് നമുക്ക് അടുത്ത സൂത്രവാക്യത്തിലേക്ക് പോകാം. അതായത്, ഇൻകം മൈനസ് സേവിങ്സ് സമം എക്സ്പെൻസസ്. വരുമാനത്തിൽ നിന്ന് സമ്പാദ്യത്തിനുള്ള അല്ലെങ്കിൽ സേവിങ്സിനുള്ള, മിച്ചത്തിനുള്ള പണം ബാക്കി വെച്ചിട്ട് ബാക്കിയുള്ളത് ചിലവുകൾക്ക്. ഏറ്റവും സുരക്ഷിതമായ ഒരു സൂത്രവാക്യമാണ്. കാരണം മിച്ചത്തിനുള്ള പണം അല്ലെങ്കിൽ സമ്പാദ്യത്തിനുള്ള പണം നമ്മൾ ആദ്യമേ മാറ്റിവെക്കുമ്പോൾ നമ്മൾ ആ സമ്പാദ്യത്തെ ഏറ്റവും സുരക്ഷിതമായ ഒരു ബങ്കറിനുള്ളിലേക്ക് മാറ്റുകയാണ്. ചിലവുകൾക്ക് ഒരിക്കലും എത്തിപ്പെടാൻ കഴിയാത്ത ഒരു ബങ്കർ. എന്നിട്ട് നമ്മൾ ചിലവുകളെ കൈകാര്യം ചെയ്യുമ്പോൾ നമുക്ക് ചിലവുകളുടെ മേൽ ഒരു വലിയ നിയന്ത്രണം കിട്ടുകയാണ്. കാരണം സമ്പാദ്യത്തിനുള്ള പണം മാറ്റിവെച്ച് ബാക്കിയുള്ള പണം സ്വാഭാവികമായിട്ടും ആ പണത്തിൻ്റെ അളവിൽ കുറവുണ്ടാവും. അപ്പോൾ ആ പണം കൊണ്ട് നമ്മുടെ ചിലവുകൾ നടത്തണം എന്നുള്ള ഒരു കർശനമായ ഒരു നിഷ്കർഷ നമ്മൾ പുലർത്തുന്നു. ചിലവുകൾക്ക് അത് അനുസരിച്ചേ മതിയാകും. അങ്ങനെ നമ്മൾ വരച്ചു ചേർക്കുന്ന ആ ഒരു അതിർത്തിക്കുള്ളിൽ നിന്നുകൊണ്ട് നമ്മൾ ചിലവുകളെ മുഴുവൻ കൈകാര്യം ചെയ്യുന്നു. അപ്പോൾ പഴയ കാലത്ത് ബാർട്ടർ സിസ്റ്റത്തിൻ്റെ ശേഷിപ്പുകൾ നിലവിൽ നിന്നിരുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മുടെ പഴയ ആളുകൾ നടപ്പിലാക്കിയിരുന്ന ഒരു സൂത്രവാക്യമാണിത്. ഇതിന് ഒരു സൂത്രവാക്യത്തിൻ്റെ നിർവചനമോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു രൂപമോ ഒന്നും അവരുണ്ടാക്കിയിരുന്നില്ല. പക്ഷെ അവർ ചെയ്തിരുന്നത് ഇതായിരുന്നു. അന്ന് പല വ്യഞ്ജനങ്ങളും ധാന്യങ്ങളും കറിപ്പൊടികളൊക്കെ പണമായിട്ട് അല്ലെങ്കിൽ പണത്തിൻ്റെ സ്ഥാനത്താണ് ആളുകൾ കണ്ടിരുന്നത്. കാരണം ബാർട്ടർ സിസ്റ്റത്തിൻ്റെ ഒരു സ്വാധീനം ആയിരുന്നു കാരണം, അല്ലെങ്കിൽ ബാർട്ടർ സിസ്റ്റത്തിൻ്റെ ഒരു പ്രാമുഖ്യമായിരുന്നു അതിന് കാരണം. എൻ്റെ ചെറുപ്പകാലത്ത് തലമുടി വെട്ടാൻ വരുന്ന ബാർബറിന് ഒരു നാഴി നെല്ലാണ് കൊടുത്തിരുന്നത്. അപ്പോൾ പഴമക്കാർ അന്ന് അരി ഇടാനായിട്ട് ഓരോ ദിവസവും അരി എടുക്കുമ്പോൾ ആ അരിയിൽ നിന്ന് ഒരു തീപ്പെട്ടി കൂടെ അരി അവർ മാറ്റിവെക്കും. കറിപ്പൊടികൾ എടുക്കുമ്പോൾ അതിൽ നിന്ന് ഒരു നുള്ളു കറിപ്പൊടി മാറ്റിവെക്കും.
ആനുപാതികവുമായിട്ട് പല വ്യഞ്ജനങ്ങളും മാറ്റിവെക്കും. ഇതിങ്ങനെ ഓരോ ദിവസവും തുടരും. അവസാനം ക്ഷാമകാലം വരുമ്പോൾ അവർക്ക് തീപ്പെട്ടിക്കൂടുകളിൽ ഓരോ ദിവസവും ശേഖരിച്ച അരിമണികൾ ചേർന്ന് അരിയുടെ ഒരു വലിയ കരുതൽ ശേഖരം രൂപപ്പെട്ടിട്ടുണ്ടാകും. അതുപോലെ തന്നെ പല വ്യഞ്ജനങ്ങളും കറിപ്പൊടികളും. ഇനി വിജയകരമായ ഈ സൂത്രവാക്യത്തിന് സമീപകാലത്ത് കുറച്ച് അപ്ഡേറ്റുകൾ വന്നു ചേർന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ സൂത്രവാക്യം ഒന്നുകൂടി പരിഷ്കരിക്കപ്പെട്ടിട്ടുണ്ട്. പുതിയ സൂത്രവാക്യം എന്ന് പറയുന്നത് ഇൻകം മൈനസ് ഇൻവെസ്റ്റ്മെന്റ്സ് സമം സേവിങ്സ്. വരുമാനത്തിൽ നിന്ന് നിക്ഷേപങ്ങൾ മാറ്റിവെച്ചിട്ട് അല്ലെങ്കിൽ നിക്ഷേപത്തിലേക്കുള്ള പണം മാറ്റിവെച്ചിട്ട് ബാക്കിയുള്ളത് ചിലവുകൾക്ക്. അപ്പോൾ ഈ അപ്ഡേഷനും വളരെ ഫലപ്രദമാണ്. കാരണം പണം മിച്ചം വയ്ക്കുന്നതിന് പകരം പണം നമ്മൾ നിക്ഷേപിക്കുകയാണ്. നിക്ഷേപങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു വരുമാനത്തിൻ്റെ സ്രോതസ് സൃഷ്ടിക്കുകയാണ് ചെയ്യുക. അപ്പോൾ നമ്മൾ നിക്ഷേപിക്കുന്ന ഈ പണം നമ്മുടെ ക്ഷാമകാലത്ത് അല്ലെങ്കിൽ അവശ്യകാലത്ത് ഒരു അധിക വരുമാനമായി നമ്മുടെ രക്ഷയ്ക്കെത്തും. നിലവിലുള്ള വരുമാനം മതിയാകുന്നില്ല എന്ന് തോന്നുമ്പോഴോ അല്ലെങ്കിൽ കുറച്ചുകൂടി ചിലവുകളെ കൈകാര്യം ചെയ്യണമെന്ന് തോന്നുമ്പോഴോ ഒക്കെ നമുക്ക് ഒരു വലിയ താങ്ങായിട്ട് ഈ അധിക വരുമാനം അവിടെ ഉണ്ടാകും. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. നിങ്ങൾ ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്യുക.